ഹലോ. ആ ഗിരി, ഡാഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. നാട് റോഡില് ഡാഡിയുടെ വണ്ടിക്ക് വട്ടം വെച്ച് പോലീസ് ജീപ്പ് നിർത്തി അടിച്ച് കോളറി പിടിച്ച് വലിച്ചോണ്ടാ ഡാഡി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഗോപാൽജിയെ തല്ലിയോ? അതിന് മാത്രം ഏത് പോലീസുകാരനാ ധൈര്യമുള്ളത്? പോലീസുകാരനല്ല, പോലീസുകാരിയാ, നിന്റെ ഭാര്യ മഞ്ജു. ആ മഞ്ജു തന്നെ. അവക്ക് ഡാഡിയോട് പ്രതികാരം ചെയ്ത് മതിയായി കാണില്ല. ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം. സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഡാഡി ഇപ്പൊ സ്റ്റേഷനിൽ അവരെല്ലാം ചേർന്ന് തല്ലി ചതക്കിയായിരിക്കും. ഗോപാൽജി ഉപദ്രവിച്ച ആ സ്റ്റേഷന് ഞാൻ തീടും. നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്താൻ നോക്ക്. ഞാൻ വക്കീലിനെ കാണാൻ പോവാ. ആ ശരി, ഞാൻ പൊയ്ക്കോളാം. മഞ്ജു ഗോപാൽജി അറസ്റ്റ് ചെയ്തല്ലേ? അവള് അദ്ദേഹത്തെ തല്ലിയോ മോനെ? അങ്ങനെയാ സഞ്ജു പറഞ്ഞത്. ഈ കുട്ടി ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നത്? ശത്രുക്കളെ ഉണ്ടാക്കാൻ ഇവക്ക് ഇത്ര താല്പര്യമാണോ? അവളുടെ ജീവനെക്കുറിച്ച് ഒരു ചിന്തയില്ലെങ്കിൽ പോട്ടെ, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചെങ്കിലും അവൾക്കൊന്ന് ചിന്തിച്ചൂടെ? അവൾക്കും ഒരു ബോധമില്ല. നിനക്കെങ്കിലും അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചൂടെ? അമ്മയ്ക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ? വാശി കണ്ടുപിടിച്ച ആളാ. എല്ലാത്തിനും കാരണം അവളുടെ ആ നശിച്ച ജോലിയാ. എന്തായാലും ഗോപാൽജി ഇത്രത്തോളം അപമാനിച്ച സ്ഥിതിക്ക് അദ്ദേഹം ഇനി മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ എന്തായാലും പ്രതികരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. നീ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് അവളെ സംരക്ഷിക്കും? ഒന്നിന്റെ പുറകെ ഒന്നായി അവൾ എന്തുമാത്രം പ്രശ്നങ്ങളിലാ ചെന്ന് ചാടുന്നത്. ഗോപാൽജിയാണ് അവളുടെ അച്ഛനെ കൊന്നതെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ പക കാരണം അദ്ദേഹത്തെ അവള് വെറുതെ വിടില്ല. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും അവള് ഗോപാൽജി അറസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കും. ഒരു കാരണവുമില്ലാതെ മഞ്ജു ഗോപാൽജിയെ അറസ്റ്റ് ചെയ്യില്ല. അവൾ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ആദ്യം അന്വേഷിക്കണം. അവള് ഫോൺ കട്ട് ചെയ്തു. ഏട്ടൻ ഗോപാൽജിക്ക് വേണ്ടിയാ വിളിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അവൾ കോള് കട്ട് ചെയ്തത്. നീ എന്തായാലും വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ നോക്ക്. ഗോപാൽജിയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടത് ചെയ്യ്. നീ അയാൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ ചിലപ്പോ മഞ്ജുവിനോട് ക്ഷമിക്കാൻ ഗോപാൽജി തീരുമാനിച്ചാലോ? ഗോപാൽജി പേടിക്കണ്ട, ഈ കേസിനൊക്കെ ജാമ്യം കിട്ടും. അതൊക്കെ എനിക്കും അറിയാം. ഈ വിവരം മീഡിയ അറിയുമെന്ന് എന്റെ പേടി. നീ അതേക്കുറിച്ച് സഞ്ജയോടൊന്ന് സംസാരിക്കേ. അത് മാത്രമല്ല, FIR ഇടുന്നത് പരമാവധി വൈകിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. അല്ലെങ്കിലും ഗോപാൽജിക്കെതിരെ ഏത് മീഡിയ വാർത്ത കൊടുക്കുക? ഹലോ, ആ സംസാരം നിർത്തി FIR ഒന്ന് എഴുതി തരാമോ? പറഞ്ഞിട്ട് 2 മണിക്കൂറായി. ഞാൻ ആരോട് സംസാരിക്കുന്നു എന്നുള്ളത് എന്റെ ഇഷ്ടോ. അതിലിടപെടാൻ സാറിന് ഒരു അധികാരവും ഇല്ല. ഓഹോ, എനിക്ക് ആ FIR ഒന്ന് തന്നാ മതി. അത് നാളെ തരാം. അതെന്താ ഇന്ന് എഴുതാൻ പ്രശ്നം? എന്റെ ഡ്യൂട്ടി ടൈം സാറിന് അറിയാലോ. അതുവരെ ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാ. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോണം. ഞാൻ 2 മണിക്കൂർ മുമ്പ് ഇതേ കാര്യം തന്നെ മാഡത്തോട് പറഞ്ഞതല്ലേ? അപ്പൊ മാഡം മൊബൈലില് കാമുകനായിട്ട് സംസാരിക്കുന്നതിൽ ബിസി ആയിരുന്നു. എനിക്ക് പല എന്റർടൈൻമെന്റ്സും ഉണ്ടാവും. അതെന്റെ ജോലിയെ ബാധിക്കാത്തടത്തോളം കാലം അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നിനക്കില്ല. മാഡം ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിനോട് ഒരു കൂറ് വേണം. അതുണ്ടെങ്കിലേ ഏറ്റെടുത്ത ജോലി തീർക്കാതെ പോവാൻ തോന്നില്ല. ഞാൻ എന്തായാലും പോവും. എനിക്ക് എന്റെ രീതിയിലെ ജോലി ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റാൻ പറ്റില്ല. ഉള്ള സമയം കൊണ്ടേ ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്നാ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞാ പോരെ? എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന്. അതല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. വെരി ഡീസന്റ്ലി ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ പണിയെടുത്തിട്ട് വീട്ടിൽ നേരത്തിന് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അത് പണിയെടുക്കുന്നവർ പറയുന്നതൊക്കെ രസമുണ്ട് മാഡം. എടീ
നീ എന്നെ തൊള്ളിയിട്ടല്ലേ? നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. താൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്താലേ FIR എഴുതി തരാത്തതിന് തനിക്കെതിരെ ഒരു പരാതി മേലുദ്യോഗസ്ഥർക്ക് ഞാൻ അയക്കും. പിന്നെ തനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാ. സാറിന്റെ ഭീഷണിപ്പെടുത്തുവാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സ്റ്റേഷനിൽ ജോലി വേണ്ട. ഞാൻ ട്രാൻസ്ഫർ വാങ്ങി പൊക്കോളാം. അല്ലെങ്കിലും നിങ്ങളുടെ കൂടെ മനുഷ്യരാരെങ്കിലും ജോലി ചെയ്യൂ. ഞാൻ പോവാ. സർ, മാഡം ശരിക്കും പോയതാണോ? പോണെങ്കിൽ പോട്ടെ മോളെ. ഫ്രാൻസിസിനെ കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ശല്യമുണ്ട്. അതിന്റെ കൂടെ ഇതിനെ സഹിക്കണം. എന്റെ പേടി ഇവര് നമ്മളെ കൊതിപ്പിച്ചിട്ട് നാളെ തിരിച്ചു വരുന്ന. എന്തെങ്കിലും കാണിക്കട്ടെ. മഞ്ജു, നീ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാ? ഗോപാൽജിയെ തല്ലാനാണോ? ആണെങ്കിൽ ആദ്യം എന്നെ തല്ല്, എന്നിട്ട് മതി അദ്ദേഹത്തെ തൊടുന്നത്. ഇയാൾ എന്താ ചെയ്തെന്ന് ഗിരിയണ്ണ അറിയോ?